1765 മെയ് മാസം 6-ാം തീയതി കന്യാകുമാരി ജില്ലയിൽ നാഗർകോവിൽ ഇരണിയൽ ദേശത്ത് തലക്കുളത്ത് വലിയ വീട്ടിൽ വള്ളിയമ്മ പിള്ള തങ്കച്ചിയുടെയും മണക്കര കുഞ്ചമായിറ്റിപ്പിള്ളയുടെയും മകനായി വേലുത്തമ്പി ജനിച്ചു. 25 വയസ്സിനകം നാടറിയുന്ന പ്രക്ഷോഭകാരിയും ഭരണാധികാരിയും ജനകീയ നേതാവുമായി തീർന്ന വേലുത്തമ്പി നിരവധി ഭാഷകൾ ഹൃദയസ്ഥമാക്കി. ജ്യോതിഷവിദ്യ, അമരകോശം, സിദ്ധരൂപം, വൈദ്യം എന്നിവയിൽ വൈദഗ്ധ്യം നേടി. ഹിന്ദിയും പേർഷ്യനും പഠിച്ചു. ആയുധവിദ്യ, കളരി അഭ്യാസം എന്നിവയിൽ പ്രാവീണ്യം നേടി. അസാധാരണ ബുദ്ധിശക്തിയും ശാരീരിക ക്ഷമതയും ഉണ്ടായിരുന്ന വേലുത്തമ്പിയെ കാർത്തിക തിരുനാൾ രാമവർമ്മ രാജാവ് 20-ാമത്തെ വയസ്സിൽ തെക്കൻ തിരുവിതാംകൂറിലെ കാര്യക്കാരായി നിയമിച്ചു. ബാലരാമവർമ്മ മഹാരാജാവ് അധികാരത്തിലേറിയ വേളയിൽ നാട്ടിൽ പല ഉപജാപക സംഘങ്ങളുണ്ടായി. അവർ നാട്ടുപ്രമാണിമാരെയും ജനങ്ങളെയും ക്ലേശത്തിലാക്കി. വേലുത്തമ്പിയോടും ഭീമമായ സംഖ്യ സംഭരിച്ചു നൽകുവാൻ അവർ ആവശ്യപ്പെട്ടു. എന്നാൽ ചുരുങ്ങിയ സമയം കൊണ്ട് മഹാരാജാവിനെ ചുറ്റിപ്പറ്റി നിലകൊണ്ട ഉപജാപക സംഘത്തിന്റെ അനീതിക്കും ജനദ്രോഹത്തിനും എതിരായി സായുധ ജനസഞ്ചയത്തെ വേലുത്തമ്പി സംഘടിപ്പിച്ചു. അപ്രകാരം സംഘടിപ്പിച്ച ജനങ്ങളുമായി രാജ്യതലസ്ഥാനമായ തിരുവനന്തപുരത്തേക്ക് വേലുത്തമ്പി ജനകീയ മാർച്ച് സംഘടിപ്പിച്ചു. അങ്ങനെ 1799-ൽ തലക്കുളത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് ആദ്യത്തെ ജനകീയ മുന്നേറ്റമുണ്ടായി. ഇതോടുകൂടി ആദ്യത്തെ ജനകീയ നേതാവും പ്രക്ഷോഭകാരിയും എന്ന നിലയിൽ വേലുത്തമ്പി ചരിത്രത്താളുകളിൽ സ്ഥിരപ്രതിഷ്ഠ നേടി. 1891-ൽ വേലുത്തമ്പി തിരുവിതാംകൂറിന്റെ ദളവയായി അവരോധിതനായി. അഴിമതിക്കും കുറ്റകൃത്യങ്ങൾക്കുമെതിരെ വേലുത്തമ്പി ദളവ സന്ധിയില്ലാത്ത നിലപാടാണ് സ്വീകരിച്ചത്. ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി തിരുവിതാംകൂറിലെ മിക്ക സ്ഥലങ്ങളും അദ്ദേഹം നേരിൽ സന്ദർശിച്ച് അക്രമങ്ങൾക്കും കൊള്ളയ്ക്കും അറുതി വരുത്തി. 1802-ൽ സ്ഥലത്തിന് റീസർവേ നടത്തി അദ്ദേഹം റവന്യൂ വരുമാനം വർദ്ധിപ്പിച്ചു. കേട്ടെഴുത്ത് സമ്പ്രദായം അവസാനിപ്പിച്ച് കണ്ടെഴുത്ത് നിലവിൽ വരുത്തി. കരം നിശ്ചിതപ്പെടുത്തിയും പുതിയ റവന്യൂ കോഡ് നടപ്പാക്കിയും നവീന റവന്യൂ ഭരണ നിർവഹണ സംവിധാനത്തിന്റെ വഴികാട്ടി എന്ന് വിശേഷിപ്പിക്കാവുന്ന നാൾവഴി സമ്പ്രദായം നടപ്പിൽ വരുത്തി. വാണിജ്യവും വ്യാപാരവും വർദ്ധിപ്പിക്കാൻ ആസൂത്രിത പദ്ധതികൾ ആവിഷ്കരിച്ചു. തിരുവിതാംകൂർ ബ്രിട്ടീഷ് കമ്പനിയുമായി സഖ്യത്തിൽ ഏർപ്പെട്ടതോടെ റസിഡന്റിന്റെ ഓഫീസ് തിരുവിതാംകൂറിൽ സ്ഥാപിതമായി. റസിഡന്റായി ചുമതല ഏറ്റെടുത്ത കേണൽ കോളിൻ മെക്കാളെ തിരുവിതാംകൂറിന്റെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടുവാൻ താൽപര്യം കാട്ടി. 1805-ൽ ബ്രിട്ടീഷ് കമ്പനിയുമായുള്ള ഉടമ്പടി തിരുവിതാംകൂർ പുതുക്കിയതോടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന നിലപാടുകൾ ബ്രിട്ടീഷ് കമ്പനി സ്വീകരിച്ചു.